ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ശ്രീധുവിന് പണം നൽകിയ 3 പേരെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയാണ്. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ ശ്രീധു പണം തട്ടിയതായി പോലീസിന് മൊഴി ലഭിച്ചു. കുട്ടിയുടെ കൊലപാതകത്തിൽ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾക്ക് പങ്കുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, വലിയ സാമ്പത്തിക ഇടപാടുകൾ ഈ കുഞ്ഞിന്റെ അമ്മ നടത്തിയിട്ടുണ്ട് എന്നാണോ പോലീസിന് വിവരം ലഭിച്ചത്? ഈ പണം നഷ്ടമായവർ നേരത്തെ പരാതിയൊന്നും നൽകിയിരുന്നില്ലല്ലോ, അവരിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് വേണോ കരുതാൻ? വിജയകുമാർ, എന്തായാലും ആരും ഇതുവരെയും പരാതിയൊന്നും നൽകിയിട്ടില്ല. കാരണം ഈ കേസിൽ ഇതുവരെയും ഈ കൊലപാതക കാരണത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത പോലീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ പ്രതിയായ ഹരികുമാറിന് സഹോദരിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഈ താല്പര്യത്തെ എതിർത്തതാണ് കൊലയ്ക്ക് കാരണമെന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. അതിനെ തുടർന്നാണ് എന്തായാലും അതിനുശേഷമാണ് പോലീസ് എന്തെങ്കിലും സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണോ ഈ കൊലപാതകം നടന്നതെന്ന് അന്വേഷണം തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ ജോത്സ്യനെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഈ ജോത്സ്യനുമായും ഈ ശ്രുതിക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. അത് മാത്രമല്ല, ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടുകാൽ കോണം എന്ന പ്രദേശം, ഈ പ്രദേശത്ത് വാടക വീടിരിക്കുന്ന സ്ഥലത്തിന്റെ എതിർവശത്തെ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് അടക്കം ഈ ശ്രീധുവിന് പണം നൽകിയതായിട്ടും പറയുന്നുണ്ട്. അതായത് ഈ ശ്രീധു നാട്ടിൽ പറഞ്ഞിരുന്നത് അവർ ദേവസ്വം ബോർഡിന്റെ സ്ഥിരം ജീവനക്കാരിയാണെന്നാണ്. പക്ഷേ ഇവർ 6 മാസം മാത്രമാണ് ദേവസ്വം ബോർഡിലെ ഒരു താൽക്കാലിക കരാർ ജീവനക്കാരിയായി ജോലി ചെയ്തിരുന്നത്. പക്ഷേ നാട്ടിലൊക്കെ പറഞ്ഞിരുന്നത് താൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയെന്നാണ്. അങ്ങനെയാണ് ഈ നാട്ടുകാരിൽ നിന്നും ഇവർ പണം പിരിവ് തുടങ്ങി. അതായത് ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പലരിൽ നിന്നായി പണം വാങ്ങിയത്. ചിലരിൽ നിന്നൊക്കെ പണം വാങ്ങാതെ തന്നെ ജോലി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അത്തരത്തിൽ അവരിൽ നിന്നൊക്കെ മൊഴി ശേഖരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 3 പേരുടെ മൊഴി ഇപ്പോൾ എടുക്കുന്നത്. കൂടുതൽ പേരും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, വിവരങ്ങളൊക്കെ കൂടുതൽ ശേഖരിച്ച് ഇവരുമായി വലിയ പണമിടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകളെ കൂടി വിളിച്ചു വരുത്തി പോലീസ് എന്തായാലും മൊഴിയെടുക്കും. അത്തരത്തിലുള്ള ഒരു അന്വേഷണം, ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കാരണമാണോ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കൊലപാതക കാരണം എന്ത് എന്ന ഈ ഘട്ടം വരെയും അതിലൊരു വ്യക്തത വരാത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.